peace and joy. Welcome back to our channel. So today നമ്മൾ സൺഡേ അഡ്വെന്റ് സീസൺ തേർഡ് സൺഡേ നമ്മൾ പള്ളിയിൽ പോകുന്നു. യെസ്, ജോയ് കാൻഡിൽ കത്തിക്കണമെന്ന്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ റോസറിയില്ലേ, അത് നന്നായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പരിപാടി എങ്ങനെയുണ്ട്, ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്തെങ്ങനെയാണ് അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വൈകിട്ടുണ്ട്, വേഗം നടന്നാലേ കറക്റ്റ് സമയത്ത് എത്തുള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ചർച്ച്. ഇപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് പാരിഷ് ഹാളിലായിരുന്നു ഇങ്ങനത്തെ ഒരു ഗ്യാതറിങ്. നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാരിഷ്നേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളുടെ നാട്ടിലെ പോലെ കുറേ പേരൊന്നുമില്ല, എന്നാലും ഉള്ളവരെല്ലാവരും തന്നെ ഭയങ്കര സ്നേഹവും ആ അച്ഛനോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോരുത്തരും വന്നിട്ട് റിഫ്ലക്ഷൻസ് ഒക്കെ പറയണിരുന്നു. അച്ഛൻ ഒരു 8 വർഷമായിട്ട് ഈ പള്ളിയിൽ സേവനം ചെയ്യണതാണ്. അപ്പോൾ അച്ഛനും അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസും എല്ലാം പറയുന്ന ഒരു സീനാണത്. അതേപോലെ 30 വർഷത്തെ എക്സ്പീരിയൻസ് എല്ലാം. ബ്ലെസ്സഡ് ഡേ. വാവ്, സച്ച് എ ബ്ലെസ്സഡ് ഡേ, റൈറ്റ് സിസ്റ്റർ? നമ്മളപ്പോൾ ഇവിടുത്തെ പാരിഷ്നേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട് അവരിങ്ങോട്ട് വന്ന് നമ്മളെ കെയർ ചെയ്യണമായിരുന്നു. ജസ്റ്റ് ബോയുടെ കൊണ്ടു നടക്കണമായിരുന്നു ഒരു ലേഡി. ഹെർ നെയിം ഇസ് പാട്രീഷ്യ ആണെന്നറിയില്ല. ആള് മെമ്പർ ഓഫ് എംപററാ, ബ്രിട്ടീഷ് മെമ്പർ ഓഫ് ബ്രിട്ടീഷ് എംപറർ സംതിങ് ആണ് ആള്. വിശേഷങ്ങളൊക്കെ പിടിച്ച് എന്നിട്ട് പറയട്ടെ. സംസാരിക്കുമ്പോഴേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സൗണ്ട് ക്ലിയർ ആവില്ല. നമ്മൾ അപ്പോൾ ഒരു മിസ്സിസ് പെട്രീഷ്യനെ പരിചയപ്പെട്ടു. അതേപോലെ ഫാദർ ഡോസൻ്റെ വിശേഷങ്ങളും എല്ലാം നമ്മൾക്ക് വീട്ടിലെത്തിയിട്ട് പറയാം കേട്ടോ. ഞങ്ങൾ വഴിയിൽ നിന്ന് കിട്ടുന്ന ഒന്നും വെറുതെ കളയില്ല. ജസ്റ്റ് പോയി എന്തോ സ്റ്റിക്കൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഈ പൈൻ കോണൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ ഇനി നമുക്ക് കഴുകി ഉണക്കി പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ കളക്ഷൻസ്. വഴിയിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്നു. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ഇനി സെറ്റാക്കണം. ഇന്നത്തെ സ്കൈ ആണ് പ്രത്യേകം ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ സ്കൈ കാണാൻ ഭംഗിയാണ്, പക്ഷെ ഇന്ന് കുറച്ചും കൂടി ഭംഗി കൂടിയ പോലെ. നൈസ് അല്ലേ? ഈ സൺഡേ എന്ന് പറയുന്നൊരു ഡേ പെട്ടെന്നാണ് തീർന്നു പോണത്. കാരണം ഈ രാവിലെ പള്ളിയിൽ പോയി വന്ന്, കാരണം ഇന്ന് പിന്നെ നമ്മളുടെ അച്ഛൻ്റെ ഓർഡിനേഷൻ്റെ സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 5:30 മണിയായി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ 2:30 മണി കഴിഞ്ഞു. എല്ലാം വൈകി, ഫുഡ് കഴിക്കുന്നത് എല്ലാം വൈകി ഇന്ന്. അവിടെ പിന്നെ പേസ്ട്രീസും ചോക്ലേറ്റ്സും കുക്കീസും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചില്ല, ജസ്റ്റ് പോയി കഴിച്ചു. ആ വിശേഷം പറയാനാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ എടുത്തത്. ചുമ്മാ കമ്മിയാ സ്പീക്ക് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് പോയി എന്താ പറയണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് പോയിയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. How was it? It was amazing. Patricia ലേഡിയുടെ പേര് ഒരു മമ്മയാണല്ലോ ശരിക്കും അത്. ബിക്കോസ് നല്ല ഏജ് ഉണ്ട് ആൾക്ക്, അറൗണ്ട് 80s ഉണ്ടാവുമായിരിക്കും. ആള് മെമ്പർ ഓഫ് ബ്രിട്ടീഷ് എംപയർ ആയിരുന്നു കുറേ നാള്. ഇപ്പൊ അല്ല, പക്ഷെ അത് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര പ്രൗഡായിട്ടാണ് ഇതൊക്കെ പറയണത് കേട്ടോ. വേറെ എന്തോരം പേരുണ്ടായിട്ടും ഈ ഒരു പെട്രീഷ്യയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് ജസ്പോയിനെ കൊണ്ടുപോയല്ലേ. വെരി കൈൻഡ് എന്ന് പറഞ്ഞാൽ ജസ്ബോയ് എടുത്ത് ഫുഡ് എന്ത് വേണം വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊച്ചിനെ. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് അറിയില്ലല്ലോ, അപ്പം എനിക്ക് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല, ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ബിസ്ക്കറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ പോയി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചായ ഒരു ബ്ലാക്ക് ടീ കുടിച്ചോളാമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയ സമയത്ത് ജസ്ബോയിനെ പിടിച്ച് അടുത്തിരുത്തി അല്ലേ, ജസ്ബോയ് എടുത്ത് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞ് ഭയങ്കര കൈൻഡായിരുന്നു. ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കണം, വെള്ളം എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതും എടുക്കാൻ പോയേക്കുന്നു അല്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ രണ്ട് ദിവസത്തെ വ്ളോഗിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു എക്സ്ട്രാ റോസറീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി. അതെൻ്റെ ബാഗിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു റോസറി കൊടുത്ത്, മുഴുവൻ റോസറി കൊടുത്ത്. അത് കൊടുത്തപ്പോഴേക്കും ആള് ഭയങ്കര ഹാപ്പി ആയി. എന്നോട് ചോദിച്ച് ഈ റോസറി ഞാൻ എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിന് കൊടുക്കട്ടെ, ഗ്രാൻഡ് ഡോട്ടറിൻ്റെ എന്തോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ കയ്യിൽ വേറൊരു റോസറിയും കൂടി ഉണ്ടായിരുന്നു, 10 മണിയുടെ നല്ല ഭംഗിയുള്ള റോസറിയാണത്. ഈ ക്രിസ്റ്റലിൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബീഡ്സ്. അതും കൂടി കൊടുത്തതിനപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ പിടിച്ച് ഹഗ് ചെയ്ത് കിസ്സൊക്കെ തന്ന്. പിന്നെ എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാക്കിയതാണ്, ഇത് പഠിച്ചതാണോ, എവിടെയെങ്കിലും ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യണതാണോ എന്നൊക്കെ ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഇങ്ങനെ തനിയെ പഠിച്ചതാണ്. പിന്നെ എൻ്റെ ആൻറ്റി ഇങ്ങനെ റോസറി ഉണ്ടാക്കും. അപ്പം ആൻറ്റിയിൽ നിന്നാണ് ബേസിക് ടിപ്സൊക്കെ പഠിച്ചെടുത്തത്. ഒക്കെ പറഞ്ഞു ഭയങ്കര നല്ല ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛന് കൊടുത്ത് റോസറി. അച്ഛന് കൊടുത്തപ്പോഴേക്കും ഈ പെട്രീഷ്യൻ കൂടെ വന്നു ഞങ്ങളുടെ. പിന്നെ ഞങ്ങൾ പിക്ചർ എടുത്ത്. അച്ഛനും ഭയങ്കര സന്തോഷം. ഫാദർ ബേസിക്കലി സൗത്ത് ആഫ്രിക്കൻ ആണ്. ഫാദർ ഡൗസൺ, ഇവാൻ ഡൗസൺ അല്ലേ, ഡോസൺ പ്രൊനൗൺസിയേഷനൊക്കെ ജസ്റ്റ് പോയി അറിയാം, ഡോസൺ. ഫാദറിനും റോസറി ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ പിക്ചറൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അല്ലച്ചു സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ. ഞങ്ങളിനി ആ പാരിഷിൽ ജോയിൻ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പ്രിംഗ് ബാങ്കിൽ നമ്മൾ സെയിൻറ്റ് വിൻസെൻ്റ് ചർച്ചിലാണ് പോയേക്കുന്നത്. ബ്ലോക്ക് മാസം കണ്ടവർക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷത്തെ. അവിടെ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ആർക്ക് വേണമെങ്കിലും പോവാം, അങ്ങനത്തെ ഒരു ചോദിച്ചാണ്. ഐ മീൻ ഇങ്ങനെ നമ്മൾ പാരിഷണർ ആവണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ അച്ഛൻ ചോദിച്ചു നമ്മൾ രജിസ്റ്റർ ചെയ്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകണയാണ് ഞങ്ങൾ ഇവിടുത്തെ പാരിഷ് മെമ്പേഴ്സായിട്ട്. യെസ്, ഞങ്ങളുടെ ഒഫീഷ്യലി ഞങ്ങളുടെ പാരിഷ് ആവും അത്. നല്ല പാരിഷാണ്, ചെറുതാണ്, ബട്ട് വെരി ഗുഡ് കമ്മ്യൂണിറ്റി, റൈറ്റ്? സോറി കേട്ടോ, ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇപ്പം തന്നെ ഇതേ 5:30 ആകാൻ പോണം, 5:15. അതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. വേറെ ഉള്ളത് തന്നെ ചെയ്ത് തീർക്കാൻ പോണെയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്നോഫ്ലേക്സ് 3D സ്നോഫ്ലേക്സ് ഒരു 5-6 കൂടി എനിക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാട്ടാ. അതേപോലെ നമ്മുടെ ആ 3D ക്രിസ്മസ് ട്രീസും ഹാങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹാങ് ചെയ്തേക്കണത് ഇപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് ചോറ് വെച്ച് മീൻ കറി വെച്ചിട്ടുണ്ട്, പറ്റിച്ച് വെച്ചിട്ടുണ്ട്, ഫിഷ്. പിന്നെ ജസ്റ്റ് പോയി കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട്, അത്രേ ഉള്ളൂ. സോ ഇന്ന് മിക്കവാറും നമ്മുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ ഇങ്ങനെയായിരിക്കും പോണത്. ഇന്നത്തെ പ്രിപ്പറേഷൻസ് അങ്ങനെയാണ്. പിന്നെന്താ, നമുക്ക് അഡ്വൻറ്റ് ക്യാൻഡിൽ കത്തിക്കണം. അപ്പോൾ അത് എന്തായാലും ഞാൻ കാണിക്കും. നമ്മുടെ ജോയ് ക്യാൻഡിൽ കത്തിക്കണ്ടേ, ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ജോയ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ജോയ്. അയ്യോ, എനിവേ ഇറ്റ് വാസ് എ ബ്ലെസ്ഡ് ഡേ. ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് ഡേ ആക്ച്വലി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി അഡ്വൻറ്റ് ക്യാൻഡിൽ കത്തിക്കുമ്പോൾ കാണാം. ടു ലൈറ്റ് ദ ജോയ് ക്യാൻഡിൽ. First, no wait, wrong way. First we will light the faith. Hope, sorry. Hope. Peace. God of joy, it's in your love that we find lasting joy. Teach us to find joy in the gift of your Son, who came into this world with nothing, yet gave us everything. May his joy fill our hearts and overflow to all we encounter. Amen. Love, peace and joy. No, it's hope, peace and joy. Next week we will light Love. Okay, now let's pray for now. ഹലോ, ഞങ്ങളുടെ ഫാമിലി പ്രെയർ കഴിഞ്ഞു. ഞങ്ങൾ ഈ ഒരു ലൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഫാമിലി പ്രെയർ ചെയ്യാറ്. ക്രിസ്മസിൻ്റെ ഈ അഡ്വൻറ്റ് സീസൺ തുടങ്ങി ഇവിടെ നമ്മുടെ അഡ്വൻറ്റ് റീത്തിൻ്റെ ലൈറ്റും ക്രിസ്മസ് ട്രീയുടെ ലൈറ്റും പിന്നെ അവിടെ ഓൾട്ടറിൻ്റെ അവിടെ ഒരു ലൈറ്റും അതൊക്കെ കൂടി ഓൾറെഡി നല്ല രസമാണ്. നമുക്ക് ആ ഒരു വാംനെസ്സിലിരിക്കാൻ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ഇവിടെയും വേണ്ടി പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതല്ലേ. അപ്പം മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു വെളിച്ചത്തിലിരിക്കാൻ നല്ല രസമാണ്, നല്ലൊരു വൈബാണ്. നമ്മുടെ 3 കാൻഡിൽസും ഇനി ഒരു 2 കൂടി അല്ലേ. ഇനി നമ്മുടെ ലവും ഉണ്ട്, പിന്നെ ക്രൈസ്റ്റ് കാൻഡിലും കൂടി ഉള്ളൂ. ഞാൻ എന്തായാലും ഈ ഒരു പേപ്പർ ഞാൻ അന്ന് കാണിച്ചു തോർന്നില്ലേ, ഇന്നലത്തെ അല്ലേ ഞാൻ എൻ്റെ വ്ളോഗിൽ. ഈ പേപ്പർ വെച്ചിട്ട് നമ്മുടെ 3D സ്നോഫ്ലേക്സ് ഉണ്ടാക്കാൻ പോണേണ്. മേ ബി കുഞ്ഞു സ്റ്റാറും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ പേപ്പർ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല വലുതാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാൻ. ഞാനപ്പോൾ നേരത്തെ കാണിച്ച പേപ്പറില്ലേ, റെഡ് പേപ്പർ, അത് വെച്ച് കണ്ട ഇതേപോലത്തെ സ്റ്റാർ ഉണ്ടാക്കി. 2 ഉണ്ടാക്കി കേട്ടോ. 2 ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ, ഇനി ഉണ്ടാക്കണം. എന്നിട്ട് ഇതൊരു ഐഡിയ ഉണ്ട്, ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ചിങ്ങനെ ഹാങ് ചെയ്തിടണം പല പല സൈസിലായിട്ട്, ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് പല പല സൈസിലായിട്ട്. അപ്പോൾ ഇനി ഞാൻ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തിട്ടാണ് ഈ വലിയ ഷീറ്റിൽ നിന്ന് അളന്ന് പേപ്പർ കട്ട് ചെയ്ത് ആണ് ഉണ്ടാക്കിയത് കേട്ടോ. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. നമ്മൾ ആൽവിൻ എത്തിയിട്ടുണ്ട് ഊബർ റേറ്റിനൊക്കെ പോയിട്ട്.
എസ് ബോയും ലാലയും കൂടി അവരുടെ ഫാമിലി എന്താണ് ഡാഡ സൺ ബോണ്ടിങ് ആണ്. ഭയങ്കരമാണ്, കുറച്ച് നേരം തല്ലുടിക്കും. So thanks for watching guys. Hope you like this video. Bye bye.